ലോച്ചീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പുതിയ വിഭവമായിട്ടാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പം നിങ്ങൾക്ക് ഈ പുതിയ വിഭവം പരീക്ഷിക്കാവുന്നതാണ്. ബ്രിഞ്ചാൾ ചട്നി, വഴുതനങ്ങ എന്നല്ലേ പറയുന്നതിന് അല്ലേ, ബ്രിഞ്ചാൾ ചട്നി. അപ്പം അതിന് വേണ്ടത് തക്കാളി, കാണാവോ, സോറി, തക്കാളി 2 തക്കാളി എടുത്തു, ഒരു സവാള, കുറച്ച് മല്ലിയില, കറിവേപ്പില, പച്ചമുളക് 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, മുളക് പൊടി, കുറേ എരി വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എരി എടുക്കാം, മഞ്ഞപ്പൊടി, ഗരം മസാല, പിന്നെ ഇത് സാദാ ജീരകമാണ്. നമ്മൾ സാധാരണ പൊടിക്ക് ഇതിനൊക്കെ ഉപയോഗിക്കത്തില്ലേ, അവിയലിനും തോരനൊക്കെ എടുക്കത്തില്ലേ, ആ ജീരകം അത്, പിന്നെ കടുക്, എണ്ണ, ഉപ്പ്. ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഞാൻ റോക്ക് സാൾട്ട് ആണ് ഉപയോഗിക്കുന്നത്, പിഗ് സാൾട്ട്. അപ്പം ഇത്രയാണ് ഇതിന് ആവശ്യം. അപ്പം ഇതിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സർപ്രൈസ് വേറൊരാളാണ്. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും, നേരത്തെ എൻ്റെ ചാനലൊക്കെ വന്നിട്ടുണ്ട്. ആ പുള്ളിക്കാരിയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ക്രിസ്മസിന് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. മോര് കറിയുടെ കൂടെ ഒക്കെ, പിന്നെ ചപ്പാത്തി, മോര് കറി, ഇത്, പിന്നെ ഒരു ബീഫ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി. പിന്നെ ചപ്പാത്തിക്ക്, അപ്പത്തിന്, എല്ലാത്തിനും ഉപയോഗിക്കാം. ഓക്കെ, അപ്പം കാണാൻ ഇത് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ബ്രിഞ്ചാൾ ഇങ്ങനെ കത്തി കൊണ്ട് വരയുക, ഇങ്ങനെ അകത്തോട്ട് വരഞ്ഞിട്ട് തുമ്പ് വരെ മാത്രമേ പോകാവൂ, തുമ്പ് മുറിച്ച് കളയരുത്. കാരണം അതിനകത്ത് നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നിറയ്ക്കാനുള്ളതാണ്. അപ്പം ഇങ്ങനെ ബ്രിഞ്ചാൾ വരയുക. വരഞ്ഞതിന് ശേഷം അതിനകത്ത് എണ്ണ പുരട്ടുക. ഈ ബ്രിഞ്ചാളിൽ, അതുപോലെ തക്കാളിയിൽ, മുളകിൽ, അതുപോലെ വെളുത്തുള്ളിയിൽ എണ്ണ പുരട്ടുക. ഇങ്ങനെ പുരട്ടണം. കണ്ട, നമുക്കൊരു ബ്രഷ് ഉണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ കൈ കൊണ്ട് എണ്ണ പുരട്ടിയാലും മതി. ഇനി ആ കീറി വെച്ചിരിക്കുന്ന ബ്രിഞ്ചാളിനകത്തോട്ട് പച്ചമുളകും വെളുത്തുള്ളിയും നിറയ്ക്കുക. ഇനി നമ്മൾ ആ കീറി വെച്ചിരിക്കുന്ന അതിനകത്തോട്ട് എണ്ണ തേക്കുക. നമ്മൾ ഓൾറെഡി അതിനകത്ത് പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നിറച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ബ്രഷ് കൊണ്ട് ഒന്നുകൂടെ എണ്ണ തേച്ച് കൊടുക്കുക. അപ്പം നമ്മളെല്ലാം നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് അതിൻ്റെ ഫ്ലെയിം വെച്ച് ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് അത് ചുട്ടെടുക്കുവാണ്. ഗ്യാസിൽ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുമ്പോഴത്തേന് അതിൻ്റെ അകം വേകണം. അപ്പോൾ ഒരു കമ്പിയിൽ ഇങ്ങനെ കൊരുത്ത് വെച്ചിട്ട്, ഒരു കമ്പി കൊരുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ പപ്പടം കുത്തിയാണിത്. പപ്പടം കുത്തുന്ന, നമ്മൾ പപ്പടം കുത്തിയെടുക്കത്തില്ലേ, അത് ആ കമ്പിയിലാണ് ഇങ്ങനെ കുത്തിയിട്ട്. അപ്പം വേറെ കമ്പി ഇല്ലാന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ ഉള്ള സൗകര്യത്തിലാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ഈ പാചകമൊക്കെ കണ്ടിട്ട് അയ്യോ എനിക്ക് അങ്ങനെ ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഉള്ള ടൂൾസ് വെച്ച് പാചകം ചെയ്യുക. ഇത് അടുപ്പിൽ വെച്ചാലും നല്ലതാണ്. ഇപ്പം നമുക്ക് അടുപ്പില്ലല്ലോ, കനലൊന്നും ഇല്ലല്ലോ. പണ്ടൊക്കെ നമ്മൾ ഇത് ചുട്ടു തിന്നിട്ടില്ലേ, കപ്പ, മരച്ചീനി. ഇപ്പം അങ്ങനെ ചുട്ടു തിന്നിരിക്കുക ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ പണ്ട് പറങ്ങാണ്ടി ചുട്ടു തിന്നുക, അതൊക്കെ കനലിലിട്ട് അടുപ്പയിലോട്ടിട്ടാണ് നമ്മൾ ചുട്ടു തിന്നുന്നത്. ഇപ്പം അടുപ്പില്ലല്ലോ, ഇവിടെ അടുപ്പില്ല ഗൈസ്, സോറി, ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് ചുട്ടെടുക്കേണ്ടത്. മറിച്ച് കൊടുക്കുക. അപ്പം അതിൻ്റെ പുറം നല്ല കരിഞ്ഞ് വരും. ഈ ബ്ലാക്ക് കളറ് പുറം നല്ല കരിഞ്ഞ് വരും. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓർത്തോണം, നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവള് നേഴ്സാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് ഡ്രസ്സെല്ലാം ചെയ്ത് നോക്കിയ സാരി കൊടുത്ത് കല്യാണത്തിന് പോയിട്ട് വന്ന് നിൽക്കുന്ന നിപ്പ ഞങ്ങളുടെ ഈ പാചകം കണ്ടു കാണിക്കൂ. നല്ല ചേരുന്നില്ലേ, നല്ല ചേരുന്നില്ലേ ഈ ഡ്രസ്? വേറൊരു കല്യാണത്തിന് ഫേബാച്ചിയുടെ അമ്മ ഉടുത്തതായത്. ഫേബാച്ചി അടിച്ചു മാറ്റി. അപ്പൊ ഈ ബ്രിഞ്ചാളിന്റെ തുമ്പ് വശം ഒന്നുകൂടെ കരിയാനുണ്ട്. അത് നല്ലതുപോലെ കരിക്കുകയാണിത്. അപ്പൊ ഏകദേശം ഇത് ആയിട്ടുണ്ട്. തുമ്പ് മാത്രം കരിഞ്ഞാൽ മതി. തീ ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുവാണേ.
പച്ചമുളക് ഇങ്ങനെ കരിച്ചു എടുക്കാം. ഈ പച്ചമുളക് നമ്മൾ ബ്രിഞ്ചാളിൻ്റെ അകത്ത് നിറച്ച് വെച്ചിരുന്നതാണ്. ബ്രിഞ്ചാൾ വെന്ത് കഴിഞ്ഞപ്പോൾ തന്നെ പച്ചമുളക് എടുത്താണ് ഒന്നുകൂടെ കരിക്കുന്നത്. ടൊമാറ്റോ ഇതുപോലെ കമ്പി കുത്തിയിട്ടുണ്ട്, അതും കരിച്ചെടുക്കുക. ഞങ്ങൾ ആന്ധ്ര ഇരിക്കുമ്പോഴത്തേന് ഇത് ബ്രിഞ്ചാൾ ചട്നി ഉണ്ടാക്കും. പക്ഷെ അതിങ്ങനെ കരിച്ചിട്ടല്ല, അത് എണ്ണയിലിട്ട് വഴറ്റി പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റിയിട്ടാണ് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ചുട്ടെടുക്കുന്ന എല്ലാത്തിനും ടേസ്റ്റ് അല്ലേ അല്ലേ? ചുട്ടെടുക്കുന്ന എല്ലാത്തിനും ടേസ്റ്റാണ്. ഈ പറങ്ങാടി ചുട്ട് കഴിച്ചു നോക്കണം, അടിപൊളി. നേരത്തെ കപ്പയുടെ കാര്യം പറഞ്ഞില്ലേ, അതും അടിപൊളിയാ. കറങ്ങി വരട്ടെ, കറക്കി വരട്ടെ. അടുത്ത തക്കാളി അതുപോലെ തന്നെ. ഇത് ക്ഷമയൊക്കെ വേണം ഇതിന്, പെട്ടെന്നൊന്നും ആവൂല. അതിങ്ങനെ ചുട്ടെടുക്കുന്നതുകൊണ്ട് നേരം പിടിക്കും. അപ്പൊ തക്കാളി റെഡി ആയിട്ടുണ്ട്. അതിന്റെ തോലെടുത്ത് കളയണം ഇങ്ങനെ. വഴുതനങ്ങയുടെ തൊലി ഇളക്കാണ്, നോക്കിയേ. അത് എളുപ്പം ഇളക്കാൻ പറ്റും. നമ്മൾ മറ്റേ ടൊമാറ്റോയുടെ തൊലി ഇളക്കിയില്ലേ, അതുപോലെ തന്നെ പെട്ടെന്ന് ഇളക്കാൻ പറ്റും. ചൂട് തണുക്കുമ്പം പെട്ടെന്ന് ഇളക്കാൻ പറ്റും. ചൂട് കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ ഇത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ചോറ് കഴിക്കാം. അതാണ് ഞങ്ങൾ പെട്ടെന്ന് ഇളക്കുന്നത്. ഭയങ്കര ചൂടാണ്. ഈ പപ്പടക്കുത്തി വെച്ചിട്ടാണ് പൊളിക്കുന്നത് കേട്ടോ, ചൂടായോണ്ടേ. പൊളിഞ്ഞു വരുന്നുണ്ടല്ലോ. സോറി, അത് കൊള്ളാം, നല്ല ഐഡിയ. സത്യം പറഞ്ഞാൽ ഇത് തണുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വരും. ഇങ്ങനെ ചുട്ട് തിന്നാനും നല്ലതാണ് ബ്രിഞ്ചാള്. ഇതാണ് നമ്മൾ ചുട്ടെടുത്ത കാര്യങ്ങൾ കണ്ടോ. വഴുതനങ്ങ അടിപൊളിയല്ലേ, ചുട്ടെടുത്ത സാധനം സൂപ്പർ. ആവി പറക്കുവാണ്. വഴുതനങ്ങ, തക്കാളി, മുളക്, വെളുത്തുള്ളി ഇത്രയും ചുട്ടെടുത്ത് വെച്ചിരിക്കുകയാണ്. സവാള കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുക. മല്ലിയില അരിഞ്ഞോണ്ടിരിക്കുകയാണ്, കാണിക്കുക. വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അരിഞ്ഞ. അപ്പൊ ഇനിയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഓയില്, കുറച്ച് ഓയില് മതിയേ. ഇതൊരു സ്പൂൺ ഓയിലേ ഉള്ളൂ. അത് കഴിഞ്ഞ് കടുകിട്ടു, അതൊന്ന് പൊട്ടി. അത് കഴിഞ്ഞിട്ട് ജീരകം അതിട്ടു, ഒന്ന് വഴറ്റുക. ജീരകം ഒന്ന് മൂത്തിട്ട് സവാള ഇടുക. സവാള നല്ലതുപോലെ വഴറ്റുക. ഇനി ഇടാൻ പോകുന്നത് ചുവന്ന മുളക്, മഞ്ഞള്, പച്ചമണം ഒന്ന് പോണം. അത് കഴിഞ്ഞിട്ട് ഗരം മസാല, അത് കഴിഞ്ഞിട്ട് കറിവേപ്പില, മല്ലിയില, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ. അതൊക്കെ നേരത്തെ ചുട്ട് വെച്ചിരുന്നതാണ്, വെളുത്തുള്ളിയും പച്ചമുളകും. ഈ വഴുതനങ്ങ കൈകൊണ്ട് ഉടച്ചെടുക്കാം. ഇങ്ങനെ കൈകൊണ്ട് നല്ലതായിട്ട് ഉടച്ചെടുക്കാം. ഇപ്പം ശകലം ചൂടായതുകൊണ്ടാണ് ഉടയ്ക്കാൻ പറ്റാത്തത്. എന്നിട്ട് ഒരുമിച്ച് ഇതിനകത്തോട്ട് ഇടങ്ങിടുക. ഉപ്പിടുക, ആവശ്യത്തിന് വേണം ഇടാന്, കുറെ ആവിപ്പോരും. വഴുതനങ്ങ ചുട്ടെടുത്തിട്ട് അത് തണുക്കുമ്പോഴത്തെ കൈ കൊണ്ടൊന്ന് നല്ല സ്മാഷ് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ മിക്സിയിലോട്ടൊന്ന് തിരിക്കേണ്ട ആവശ്യമില്ല, അതൊന്ന് പൊടിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് അരയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ മിക്സിയിലൊന്ന് തിരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. തവി കൊണ്ട് ഇങ്ങനെ ഉടച്ചാലും മതി, നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ തവിയൊന്നും വെച്ച് ഉടച്ചിട്ടില്ല, ഈ ഒരു ഇത് വെച്ച് തന്നെയാണ് ഉടയ്ക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, നമ്മൾ നേരത്തെ കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില അധികം അങ്ങ് വേഗണ്ട, അപ്പോൾ ആ ഒരു ഫ്ലേവർ നല്ലതായിട്ട് കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ വഴുതനങ്ങ ചട്നി. ഒരു ഗ്ലാസ് പാത്രത്തിലോട്ടോ ഏതെങ്കിലും പാത്രത്തിലോട്ടോ മാറ്റിക്ക. അങ്ങനെ ഞങ്ങളുടെ ബ്രിഞ്ചാൾ ചട്നി റെഡി. ബ്രിഞ്ചാൾ ചട്നി റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാം പറയുന്നത് പോലെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പം, പെറോട്ട, പിന്നെന്താ പുട്ട, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. സൂപ്പർ ആവി പറക്കുന്ന ബ്രിഞ്ചാൾ ചട്നി. ഇത് നമ്മുടെ ക്രിക്കറ്റ്
ആരല്ലേ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഫേവറേറ്റ് സാധനമാണ്, ഫേവറേറ്റ് ഡിഷാണ്. ഇവിടെ എൻ്റെ മോൻ്റെ പേരും സച്ചിൻ എന്നാണ്. ആ പേരാണ് സച്ചിൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം കണ്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. ക്രിസ്മസിന് ഇതൊരു പുതിയ വിഭവം. കുറേ വിഭവങ്ങൾ നമ്മൾ വെക്കത്തില്ല, അപ്പം അതിൻ്റെ കൂടി ഇത് വെക്കുക. ഓക്കെ, ചോറ് കഴിക്കാൻ പോവാണ്. മീനുണ്ട്, മീൻകറി, ചമ്മന്തിപ്പൊടി, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഇത് ഞാനിട്ട നെല്ലിക്ക അച്ചാർ, ഡ്രൈ അച്ചാർ, ഇതെല്ലാം ഞാൻ ചെയ്താണേ. ഇതിന് ഇത് എടുക്കുവാണ്. അടിപൊളിയാണിത് കേട്ടോ, സൂപ്പർ സാധനമാണ്. സൂപ്പർ, അടിപൊളി. ചോറും അടിപൊളി. ചോറിൻ്റെ കൂടെ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചമ്പാവരി കേട്ടോ, അടിപൊളി ചമ്പാവരി, ഭയങ്കര ഇഷ്ടം. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതാണ് ഈ അരി. റേഷൻ കാർഡുള്ളവരൊക്കെ വാങ്ങിച്ചതിനാണ് കേട്ടോ, നല്ല സൂപ്പർ അരി. നല്ല ഉണ്ടാക്കി നോക്കുന്നത്. അതുകൊണ്ട് ലവലി ഇരുന്ന് കഴിക്കുന്നു. കൊള്ളാം.